നമസ്കാരം. പ്രൈം ടൈം ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. VC നിയമനവുമായി ഗവർണർ മുന്നോട്ട്. സർവകലാശാല VC നിയമനവുമായി മുന്നോട്ടു പോകുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സർവകലാശാല നിയമങ്ങൾ രാഷ്ട്രപതി തടഞ്ഞതോടെ സാഹചര്യം അനുകൂലമായി. രാജ്ഭവന് ലഭിച്ച നിയമോപദേശം അനുസരിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും ഗവർണർ. ഷഫീദ് റാവുത്തറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഇപ്പോൾ ഷഫീദ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉന്മേഷം, നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ ലോകായുക്ത നിയമ ഭേദഗതിക്ക് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് നേട്ടമായി സർക്കാർ ഉയർത്തിക്കാട്ടുമ്പോഴാണ് 3 സർവകലാശാല നിയമ ഭേദഗതി ബില്ലുകൾ രാഷ്ട്രപതി പിടിച്ചുവച്ചിരിക്കുകയാണെന്ന് രാജ്ഭവൻ ചൂണ്ടിക്കാണിക്കുന്നത്. ചാൻസലർ സ്ഥാനത്ത് നിന്നും ഗവർണറെ മാറ്റുന്ന ബില്ല്, വൈസ് ചാൻസലർ നിയമനത്തിനായി സെർച്ച് കമ്മിറ്റി അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന ബില്ല്, സാങ്കേതിക സർവകലാശാല ഭേദഗതിയുമായി ബന്ധപ്പെട്ട അപ്പലൈറ്റ് ട്രിബ്യൂണൽ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ബിൽ എന്നിവയാണ് തടഞ്ഞുവച്ചത്. 7 ബില്ലുകളായിരുന്നു ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചത്. ഇതിൽ 3 ബില്ലുകളിൽ ഇനി തീരുമാനമാകാനുണ്ടെന്നും രാജ്ഭവൻ അറിയിക്കുന്നു. ലോകായുക്ത ബില്ലിന് രാഷ്ട്രപതി അനുമതി നൽകിയതോടെ ഗവർണർക്കെതിരെ കടുത്ത വിമർശനം അത് സർക്കാർ മന്ത്രിമാരും അതേപോലെ തന്നെ CPM നേതാക്കളും ഉയർത്തിയിരുന്നു. എന്നാൽ രാഷ്ട്രപതി അനുമതി നൽകിയതോടെ അഴിമതി നിരോധന നിയമത്തിന്റെ നടുപൊടിഞ്ഞുവെന്ന് പ്രതിപക്ഷ നേതാവും കുറ്റപ്പെടുത്തി. ലോകായുക്ത ഭേദഗതി ബിൽ നിയമമായാൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പൊതുപ്രവർത്തകൻ RS ശശികുമാറും നിലപാടെടുത്തിട്ടുണ്ട്. അതേസമയം നിലവിൽ ഇപ്പോൾ ഈ സർവകലാശാല നിയമങ്ങൾ രാഷ്ട്രപതി തടഞ്ഞതോടെ VC നിയമന പ്രക്രിയയുമായി മുന്നോട്ട് പോകാനാണ് ഗവർണറുടെ തീരുമാനം. രാജ്ഭവന് ലഭിച്ച നിയമോപദേശം അനുസരിച്ചാണ് തുടർ നടപടികൾ. കേരള സാങ്കേതിക കാർഷിക സർവകലാശാലകൾ പാസാക്കിയ പ്രമേയങ്ങളും റദ്ദാക്കും. ഉന്മേഷ്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന്. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രധാന പ്രതി പിടിയിൽ. വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രധാന പ്രതികളിൽ ഒരാൾ അറസ്റ്റിൽ. പാലക്കാട് സ്വദേശി അഖിൽ ആണ് ഇന്ന് പോലീസിന്റെ പിടിയിലായത്. ഗൂഢാലോചനയിലും മർദ്ദനത്തിലും അഖിലിന് നേരിട്ട് പങ്കുണ്ട്. കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 7 സിദ്ധാർത്ഥിനെ ആൾക്കൂട്ട മർദ്ദനത്തിനിരയാക്കിയെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇതിനായി അഖിലും മറ്റു പ്രതികളും ഗൂഢാലോചന നടത്തി. ആൺകുട്ടികളുടെ ഹോസ്റ്റലിന്റെ നടുത്തളത്തിൽ വെച്ച് സീനിയർ വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് മർദ്ദിച്ചു. ഈ സമയം സഹപാഠികൾ ഉൾപ്പെടെ 130ഓളം ആളുകൾ ഇത് നോക്കി നിന്നു. ക്രൂരമർദ്ദനവും ആരും സഹായിക്കാത്തതിന്റെ മനോവിഷമവും സിദ്ധാർത്ഥിനെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു 11 പ്രതികളെയാണ് ഇനി കിട്ടാനുള്ളത്. പല സൂചനകളും ഉണ്ട്. ലുക്കൌട്ട് നോട്ടീസിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതൊരു ഹോസ്റ്റലാണ്. അപ്പോൾ ഹോസ്റ്റലിൽ പ്രത്യേകിച്ച് അവിടെ അന്തേവാസികളായ ആൾക്കാരാണ്. അവർ പ്രത്യേക വേറെ എവിടുന്ന് സംഘടിച്ച് വന്നൊന്നുമല്ല. അവിടെ ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന കുട്ടികൾ തന്നെയാണ്. കുറ്റക്കാർ ആരും രക്ഷപ്പെടരുതെന്ന് സിദ്ധാർത്ഥിന്റെ കുടുംബം. ഇപ്പോൾ 12 പേരോ 15 പേരോ 25 പേരോ അല്ല ഇതിലുള്ളത്. ഇതിലൊരു നല്ലൊരു ടീം അവിടെ ഉണ്ട്. അവരിന്നെ അവിടെ പഠിക്കരുത്, അവിടെ അല്ല അവർ പഠിക്കരുത്. അവർ പഠിച്ച് ഭാവിയിലെ പിള്ളേർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്. ആകെ 18 പ്രതികളുള്ള കേസിൽ 7 പേരാണ് ഇതുവരെ പിടിയിലായത്. SFI യൂണിറ്റ് സെക്രട്ടറി, കോളേജ് യൂണിയൻ പ്രസിഡന്റ് ഉൾപ്പെടെ 11 പ്രതികളെ ഇനിയും കണ്ടെത്താനുണ്ട്. പ്രതികളിൽ ഒരാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാൻ പോലീസ് തീരുമാനിച്ചു. കേസിൽ പ്രതികളായവരെ SFI പുറത്താക്കി. 24 വയനാട്. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ പ്രതികളായ SFI പ്രവർത്തകരെ പോലീസ് സംരക്ഷിക്കുന്നുവെന്ന് പ്രതിപക്ഷ വിമർശനം. കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. പ്രതികൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് മന്ത്രി P രാജീവ് അറിയിച്ചു. സർവകലാശാലയ്ക്ക് മുന്നിൽ KSUവും ABVPയും സമരം ആരംഭിച്ചു. പ്രതികളായ SFIക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതിൽ പോലീസ് വിമുഖത കാണിക്കുന്നുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ഇതുവരെ കാണാത്ത സമരമുഖത്തേക്ക് കടക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കൃത്യമായ നടപടികൾ സ്വീകരിച്ച് കുറ്റവാളികൾക്കെതിരായി നടപടിയെടുത്തില്ലെങ്കിൽ കേരളം മുഴുവനായ വ്യാപകമായ സമരത്തിന് ഞങ്ങൾ തുടക്കം കുറിക്കും. നടന്നത് മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ക്യാമ്പസിൽ ഭരിക്കുന്ന കക്ഷി അവരുടെ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ ഇതിനകത്ത് പ്രതികളാണ് എന്ന് പറയുമ്പോൾ ക്യാമ്പസുകളിൽ നടക്കുന്നത് എന്തുതരം രാഷ്ട്രീയമാണ്? മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് മന്ത്രി P രാജീവ് പ്രതികരിച്ചു. ഇതിനകത്ത് ഏത് സംഘടനയിൽപ്പെട്ട ആളുകളാണെങ്കിലും തെറ്റായ രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചാൽ മുഖം നോക്കാതെ സർക്കാർ നിലപാട് സ്വീകരിക്കും. SFI കുറ്റവാളികളെ സംരക്ഷിക്കില്ലെന്ന് EP ജയരാജൻ.
ആര് പ്രതിപ്പട്ടികയിലുണ്ടായാലും തിരക്കേടില്ല. തെറ്റാണ്. കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടി പോലീസ് സ്വീകരിക്കും. ഒരു കുറ്റവാളിയെയും രക്ഷപ്പെടാൻ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് അനുവദിക്കില്ല. സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് കോളേജ് ക്യാമ്പസിന് മുന്നിൽ KSUവും ABVPയും പ്രതിഷേധ സമരം തുടങ്ങി. 24 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് രാഹുൽ ഗാന്ധിയും K. സുധാകരനും ഉൾപ്പെടെ സിറ്റിംഗ് എംപിമാരുടെ പേര് നിർദ്ദേശിച്ച് KPCC സ്ക്രീനിംഗ് കമ്മിറ്റി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് പേരുകൾ കൈമാറി. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെയും കണ്ണൂരിൽ K. സുധാകരന്റെയും പേര് മാത്രമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ UDF തോറ്റ ആലപ്പുഴയുടെ കാര്യത്തിൽ തീരുമാനമായില്ല. കോൺഗ്രസ് മത്സരിക്കുന്ന 16 മണ്ഡലങ്ങളിൽ 15ഇടത്തും സിറ്റിംഗ് എംപിമാരെ തന്നെ മത്സരിപ്പിക്കാനാണ് സംസ്ഥാന സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശം. മത്സരിക്കാൻ താൽപ്പര്യമില്ലെന്നറിയിച്ച K. സുധാകരന്റെ നിർദ്ദേശത്തോട് അംഗങ്ങൾ വഴങ്ങിയില്ല. തന്റെ പിൻഗാമിയായി K. ജയന്തിനെ മത്സരിപ്പിക്കണമെന്നായിരുന്നു സുധാകരന്റെ ആവശ്യം. എന്നാൽ പട്ടികയിൽ K. സുധാകരന്റെ പേര് മാത്രമാണ് കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിച്ചത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിൽ ഇടതുപക്ഷം ഉയർത്തുന്ന എതിർപ്പ് കാര്യമാക്കേണ്ടതില്ല എന്നാണ് കോൺഗ്രസ് നിലപാട്. മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷിന്റെ പേരിന് എതിർപ്പുയർന്നെങ്കിലും ഒടുവിൽ മറ്റു പേരുകൾ നിർദ്ദേശിക്കപ്പെട്ടില്ല. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിയുടെ കാര്യത്തിലും സമാനമായിരുന്നു സ്ഥിതി. ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരസന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഹൈക്കമാൻഡ് പച്ചക്കൊടി വീശിയിട്ടില്ലാത്തതിനാൽ ആലപ്പുഴ ഒഴിച്ചിട്ടാണ് സ്ക്രീനിംഗ് കമ്മിറ്റി പേരുകൾ നൽകിയത്. KC വേണുഗോപാൽ എത്തിയില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് നേതാക്കളുടെ താൽപ്പര്യം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി എത്തിയാൽ ആലപ്പുഴയിൽ മുസ്ലിം സ്ഥാനാർത്ഥിയെയും പരിഗണിക്കുന്നുണ്ട്. കേന്ദ്ര സ്ക്രീനിംഗ് കമ്മിറ്റിയാവും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. 24 തിരുവനന്തപുരം. ഹിമാചലിൽ കോൺഗ്രസിന് ആശ്വാസം. ഹിമാചൽ പ്രദേശിൽ മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖുവും മന്ത്രി വിക്രമാദിത്യ സിംഗും തമ്മിലുള്ള തർക്കം പരിഹരിച്ചെന്ന് കോൺഗ്രസ്. സർക്കാർ 5 വർഷം പൂർത്തിയാക്കും. ഹൈക്കമാൻഡ് നിയോഗിച്ച DK ശിവകുമാർ, പ്രതിഭാ സിംഗ് എന്നിവരുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിലാണ് പ്രശ്നപരിഹാരം. സുഖ്വിന്ദർ സിംഗ് സുഖു വീഴ്ചകൾ അംഗീകരിച്ചെന്നും ഇനി അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്നും DK ശിവകുമാർ വ്യക്തമാക്കി. So all of them have sorted out all their differences. They'll work together. They will see that in the Lok Sabha they come out with a good numbers, and there is no, we are forming a coordination committee between the party and the government. He has taken the responsibility, I said you straight. At the same time, discipline is very much important in the party. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് ചെയ്ത 6 കോൺഗ്രസ് MLAമാരെ സ്പീക്കർ കുൽദീപ് സിംഗ് പതാനിയ അയോഗ്യനാക്കി. കൂറുമാറ്റ നിരോധന നിയമപ്രകാരമാണ് നടപടി. സാങ്കേതികതയ്ക്കപ്പുറം MLAമാർക്ക് ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ടെന്ന് സ്പീക്കർ 24നോട് പറഞ്ഞു. Because this act that contains the unethical practices of the elected members. So that part is the most important part. It is not a technical part, the rule violation or this war violation or that one. The law was legislated with the intention to, put a curb on the Airam Gairam Rajniti and the Beparikaran of the Rajniti. They were present in the party meeting, the Congress Legislative Party meeting, and they were present in the Vidhan Sabha when business of financial bill was taken up. However, when voting took place, all 6 MLAs, they were absent. They have defied the whip of the party, and thereby they have attracted the provisions of the anti-defection law. നിതിൻ അംബുജൻ ഇപ്പോൾ ഷിംലയിൽ നിന്ന് തത്സമയം വിവരങ്ങൾ ചേർന്നുണ്ട്. നിതിൻ, അങ്ങനെ പ്രശ്നപരിഹാരമായിരിക്കുന്നു, എന്തൊക്കെയാണ് വിവരങ്ങൾ നിതിൻ? ഉന്മേഷ്, ഹൈക്കമാൻഡ് നിയോഗിച്ച നിരീക്ഷകർ നടത്തിയ മാരത്തോൺ ചർച്ചകൾക്കൊടുവിലാണ് പരിഹാരം ഉണ്ടായിരിക്കുന്നത്. വീഴ്ചകൾ അംഗീകരിച്ച മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖു അത് ആവർത്തിക്കില്ലെന്ന് ഇന്ന് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. ഇതോടുകൂടി തന്നെ പ്രശ്നങ്ങൾ പരിഹാരപ്പെട്ടു. 5 വർഷം സുഖു തന്നെ മുഖ്യമന്ത്രിയെ തുടരുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. പാർട്ടിയും സർക്കാരും ഒന്നിച്ച് പ്രവർത്തിക്കുന്നതിനായി 6 അംഗ സമിതിയെ നിയോഗിക്കാനും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി മുതലുള്ള സർക്കാരും പാർട്ടി തമ്മിലുള്ള പ്രശ്നങ്ങൾ ഈ 6 അംഗ സമിതി മുഖേനയാകും അത്തരം തർക്കങ്ങളെല്ലാം തന്നെ പരിഹരിക്കുക. എന്തായാലും BJPയുടെ ഓപ്പറേഷൻ ലോട്ടസ് ഹിമാചലിൽ നടക്കില്ല എന്ന് തന്നെയാണ് DK ശിവകുമാർ ആവർത്തിച്ചിരിക്കുന്നത്. നിലവിലിപ്പോൾ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മറ്റ് കേന്ദ്ര നിരീക്ഷകരടക്കം ഇപ്പോൾ യോഗം കഴിഞ്ഞിപ്പോൾ പിരിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ദിവസങ്ങൾ നീണ്ട ചർച്ചയ്ക്ക് ശേഷമാണ് ഇത്തരം ഒരു പരിഹാരം ഉണ്ടായിരിക്കുന്നത്. നിതിൻ അംബുജൻ ഷിംലയിൽ നിന്ന്.
BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകാനുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ആരംഭിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ 100ഓളം സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകും. പ്രധാനമന്ത്രി ദക്ഷിണേന്ത്യയിൽ നിന്ന് മത്സരിക്കുമോ എന്ന കാര്യത്തിലും തീരുമാനം ഇന്നറിയാം. കേരളത്തിലെ 8 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയും ഇന്ന് പ്രഖ്യാപിക്കും. പത്തനംതിട്ടയിൽ PC ജോർജിനെ അംഗീകരിക്കില്ലെന്ന് BDJS ആവർത്തിച്ചു. പ്രമുഖ നേതാക്കളും ജയസാധ്യതയുള്ള സീറ്റുകളും ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 2 തവണയും പരാജയപ്പെട്ട സീറ്റുകളുമടക്കം 100ഓളം സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാകും ആദ്യഘട്ടത്തിൽ BJP പ്രഖ്യാപിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ആദ്യ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. വാരണാസിക്ക് പുറമെ ദക്ഷിണേന്ത്യയിലെ ഏതെങ്കിലും സീറ്റിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുമോ എന്ന കാര്യത്തിലും തീരുമാനം ഇന്നുണ്ടാകും. കേരളത്തിലെ 6 A+ മണ്ഡലം അടക്കം 8 സീറ്റുകളിലെ സ്ഥാനാർത്ഥികൾ ആദ്യ പട്ടികയിൽ ഉണ്ടാകുമെന്നാണ് വിവരം. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ, സുഷമ സ്വരാജിന്റെ മകൾ ബൻസുരി സ്വരാജ്, സിനിമാ താരങ്ങളായ അക്ഷയ് കുമാർ, കങ്കണ റണൌട്ട്, ക്രിക്കറ്റ് താരം യുവരാജ് സിംഗ് തുടങ്ങിയവർ പട്ടികയിൽ ഉണ്ടാകുമെന്നാണ് സൂചന. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ PC ജോർജിനെ മത്സരിപ്പിക്കരുതെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് BDJS. ഷോൺ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ വിട്ടുവീഴ്ചയാകാമെന്നാണ് BDJSന്റെ നിലപാട്. 24 ഡൽഹി. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ NDA സ്ഥാനാർത്ഥിയാകും. അടുത്ത ദിവസം മുതൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കാൻ രാജീവ് ചന്ദ്രശേഖറിനോട് BJP ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകി എന്നാണ് സൂചന. പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കും. പത്തനംതിട്ടയിൽ മത്സരിക്കാൻ BJP ദേശീയ നേതൃത്വം K സുരേന്ദ്രനോട് ആവശ്യപ്പെട്ടു. വിശദാംശങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അലക്സ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് ആ അഭ്യൂഹങ്ങൾക്ക് വിരാമമാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥിയായി നിലവിൽ കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാ MP ഒപ്പം എത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിയാകും എന്നുള്ളതാണ് BJP ദേശീയ നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അത് മാത്രമല്ല, തിരുവനന്തപുരത്ത് ഏറ്റവും അടുത്ത ദിവസം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കാൻ BJP ദേശീയ നേതൃത്വം രാജീവ് ചന്ദ്രശേഖർ നിർദ്ദേശം നൽകിയതായാണ് സൂചന. അതുമാത്രമല്ല, സംസ്ഥാന BJPയുടെ അണികളുടെയൊക്കെ ഗ്രൂപ്പുകളിലേക്ക് രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രാധാന്യം, മഹാത്മ്യമൊക്കെ വിവരിക്കുന്ന വീഡിയോകളും അതുപോലെ പോസ്റ്റുകളും ഒക്കെ ഇതിനോടകം വന്നു തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJP സംബന്ധിച്ച് അവരുടെ ഏറ്റവും സുപ്രധാനമായ മണ്ഡലമാണ് തിരുവനന്തപുരം. ആ മണ്ഡലം പിടിക്കുന്നതിന് വേണ്ടി ഒരു കേന്ദ്ര നേതാവിനെ തന്നെ രംഗത്തിറക്കുന്നു. ശശി തരൂർ UDFന് വേണ്ടിയും പന്ന്യൻ രവീന്ദ്രൻ LDFന് വേണ്ടിയും കളത്തിലിറങ്ങുന്ന മത്സരത്തിൽ ഇനി രാജീവ് ചന്ദ്രശേഖരൻ എത്രമാത്രം മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അലക്സ് റാം മുഹമ്മദ്, തിരുവനന്തപുരത്ത്. പ്രൈം ടൈം ന്യൂസിലേക്ക് തിരികെ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രത്യേക സംഘം രൂപീകരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി എന്നുള്ള വാർത്ത വരുന്നു. പ്രതികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. P ജയരാജനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാളൊഴികെ മറ്റെല്ലാ പ്രതികളെയും ഹൈക്കോടതി വെറുതെ വിട്ടു. രണ്ടാം പ്രതി ചിരിക്കണ്ടോത്ത് പ്രശാന്ത് ഒഴികെയുള്ള 8 പ്രതികളെയാണ് വെറുതെ വിട്ടത്. RSS ജില്ലാ താലൂക്ക് ഭാരവാഹികൾ ഉൾപ്പെടെയായിരുന്നു കേസിലെ പ്രതികൾ. പ്രതികളും സർക്കാരും സമർപ്പിച്ച അപ്പീൽ പരിഗണിച്ചാണ് ഹൈക്കോടതി ഉത്തരവ്. ഒന്നാം പ്രതി കടിച്ചേരി അജി, മനോജ്, പാര ശശി, എളംതോട്ടിൽ മനോജ്, കുനിയിൽ സനൂപ്, ജയപ്രകാശൻ, കോവേരി പ്രമോദ്, തൈക്കണ്ടി മോഹനൻ എന്നിവരെയാണ് ഹൈക്കോടതി വെറുതെ വിട്ടത്. രണ്ടാം പ്രതി പ്രശാന്ത് കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി. ഇയാൾക്കെതിരെ വിചാരണ കോടതി ചുമത്തിയ ചില കുറ്റങ്ങളിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. വധശ്രമത്തിനടക്കം പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷനായില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ഇതിനിടെ നീതി ലഭിച്ചില്ലെന്നും സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും P ജയരാജൻ പ്രതികരിച്ചു. ഒരു വിചാരണ കോടതി ശിക്ഷിക്കുന്നു, അപ്പീൽ കോടതിയിൽ ആ ശിക്ഷ ഒഴിവാക്കിക്കൊണ്ട് പ്രതികളെ വിട്ടയക്കുന്നു. ഇത് സാധാരണഗതിയിൽ പല കേസുകളിലും നടക്കുന്ന കാര്യമാണ്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള നടപടികൾ കോടതിയുടെ ഭാഗത്തുണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ വിധിക്കെതിരായി സ്റ്റേറ്റ് അപ്പീൽ പോകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതോടൊപ്പം അക്രമത്തിൻ്റെ ഇരയെന്ന നിലക്ക് സുപ്രീം കോടതിയിൽ എനിക്ക് ഹർജി നൽകാമോ എന്ന കാര്യം നിയമവിദഗ്ധന്മാരുമായിട്ട് ആലോചിക്കും. അതേസമയം കേസിലെ 3 പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ സർക്കാർ നൽകിയ അപ്പീൽ
ഹൈക്കോടതി തള്ളിയിട്ടുണ്ട്. 1999 ഓഗസ്റ്റ് 25 തിരുവോണ ദിവസം പി ജയരാജനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് കേസ്. പ്രതികളിൽ 2 പേർ നിലവിൽ ജീവിച്ചിരിപ്പില്ല. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. നേരത്തെ സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണം പ്രത്യേക സംഘം അന്വേഷിക്കും. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ഷഫീദ് റൌത്തർ തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ, വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് കുടുംബം നേരത്തെ ആരോപിച്ചതാണ്. മാത്രവുമല്ല, ഈ SFI പ്രവർത്തകരായിട്ടുള്ള ചിലരാണ് പ്രതികളെന്നടക്കമുള്ള ആരോപണങ്ങൾ അത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നടക്കം ഉയർന്നു വന്നതാണ്. നിലവിൽ കസ്റ്റഡിയിലെടുത്ത അല്ലെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളവർക്ക് പുറമെ മറ്റു ചിലർക്ക് കൂടി ഒരു വലിയ സംഘത്തിന് ഇതിൽ പങ്കുണ്ടെന്നും ക്രൂരമായിട്ടുള്ള ആക്രമണത്തിന് ഈ സിദ്ധാർത്ഥ വിധേയനായിട്ടുണ്ടെന്നും കുടുംബത്തിന് പരാതിയുണ്ട്. ഈ പരാതി അടക്കമുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സംസ്ഥാന പോലീസ് മേധാവിയോട് അടിയന്തരമായി അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ ഉൾപ്പെട്ട പ്രതികൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ഷഫീദ് റൌത്തർ തിരുവനന്തപുരത്ത്. പശ്ചിമ ബംഗാളിൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ മുതിർന്ന നേതാവ് ഷാജഹാൻ ഷെയ്ഖിനെ തൃണമൂൽ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തു. 6 വർഷത്തേക്കാണ് നടപടി. ഒളിവിലായിരുന്ന ഷാജഹാൻ ഷെയ്ഖിനെ ഇന്ന് പുലർച്ചെയാണ് പോലീസ് പിടികൂടിയത്. സന്ദേശ് ഖലയിൽ ഷാജഹാൻ ഷെയ്ഖിന് കൂട്ടാളികൾക്കുമെതിരെ ബലാത്സംഗ ആരോപണം ഉയർന്നതും വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 55 ദിവസമാണ് ഷാജഹാൻ ഷെയ്ഖ് ഒളിവിൽ കഴിഞ്ഞത്. മുൻകൂർ ജാമ്യത്തിന് കോടതിയെ സമീപിച്ചെങ്കിലും EDയുടെ ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് നിരീക്ഷിച്ച കോടതി ജാമ്യം നിഷേധിച്ചു. സന്ദേശ് ഖാലിയിലെ സ്ത്രീകൾ ലൈംഗിക ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയതോടെ ഷാജഹാൻ കൂടുതൽ പ്രതിരോധത്തിലായി. നോർത്ത് 24 പർഗാനയിലെ മിനാഖാനിൽ നിന്ന് പുലർച്ചെ 4 മണിക്കാണ് ഷാജഹാനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് വൈകിയതിനെ ന്യായീകരിച്ച പോലീസ് പ്രശ്നം വഷളാക്കിയത് EDയാണെന്നും ആരോപിച്ചു. അറസ്റ്റ് ഒത്തുകളിയെന്ന് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി. അറസ്റ്റിന് പിന്നാലെ ജാമ്യത്തിനായി കൽക്കട്ട ഹൈക്കോടതി സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. അടിയന്തരമായി പരിഗണിക്കേണ്ട ആവശ്യമില്ലെന്നും ഷാജഹാനെതിരെ 42ഓളം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും കോടതി അറിയിച്ചു. സന്ദേശ് ഖാലിയിലെ പീഡനാരോപണങ്ങൾ BJP രാഷ്ട്രീയായുധം ആക്കിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഷാജഹാൻ ഷെയ്ഖിനെ 6 വർഷത്തേക്ക് തൃണമൂൽ കോൺഗ്രസ് പുറത്താക്കിയത്. ഷാജഹാന്റെ വസതിക്ക് മുന്നിൽ കൂടുതൽ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. സന്ദേശ് ഖാലിയിലെ വിവിധയിടങ്ങളിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചു. 24 ഡൽഹി. മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് കേരള ബാങ്കിൽ ലയിപ്പിച്ച നടപടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും ശരിവെച്ചു. ലയന നടപടി ശരിവെച്ച സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്തുള്ള ഹർജി ഡിവിഷൻ ബെഞ്ച് തള്ളി. സർക്കാർ നിലപാട് ശരിയെന്ന് തെളിഞ്ഞതായി സഹകരണ മന്ത്രി VN വാസവൻ പ്രതികരിച്ചു. മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് ചെയർമാൻ UA ലത്തീഫ് MLA ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ്. വിശദമായ വാദം കേട്ട ഡിവിഷൻ ബെഞ്ച് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിനെ കേരള ബാങ്കിൽ ലയിപ്പിച്ച തീരുമാനം ശരിവച്ചു. ലയന പ്രമേയമോ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണമോ ഇല്ലെങ്കിലും ജില്ലാ സഹകരണ ബാങ്കുകൾ ഏറ്റെടുക്കാൻ കേരള ബാങ്കിന് അധികാരം നൽകുന്ന സഹകരണ സൊസൈറ്റി നിയമ ഭേദഗതി അംഗീകരിച്ചാണ് ഉത്തരവ്. എതിർ സത്യവാങ്മൂലം നൽകിയ റിസർവ് ബാങ്കിനും കോടതി ഉത്തരവ് തിരിച്ചടിയായി. UDFന്റെ വാദങ്ങൾ കോടതി പൂർണ്ണമായും തള്ളിയെന്നും സർക്കാർ നിലപാടിന് ലഭിച്ച അംഗീകാരമാണെന്നും വിധിയെ സ്വാഗതം ചെയ്ത മന്ത്രി VN വാസവൻ. മലപ്പുറം ജില്ലയിലെ പാവപ്പെട്ട സഹകാരികളെല്ലാം തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അവരെ കൂടി കൂട്ടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവരിൽ നിന്ന് വൻതോതിൽ പണം പിരിച്ചിട്ടാണ് ഈ പണി അവർ UDF നേതൃത്വം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ആ നീക്കത്തിനെതിരെ കൂടി കിട്ടിയിട്ടുള്ള ഒരു പ്രഹരമാണ്. യഥാർത്ഥത്തിൽ അവിടുത്തെ സഹകാരികളോട് ഈ കേസുമായി പോയവർ മാപ്പ് പറയേണ്ടതാണ് എന്നുകൂടി സൂചിപ്പിക്കുക. കേരളത്തെ 13 ജില്ലാ സഹകരണ ബാങ്കുകൾ കേരള ബാങ്കിൽ ലയിച്ചപ്പോൾ മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് മാത്രം ലയനത്തിനെതിരെ പ്രമേയം പാസാക്കി. തുടർന്ന് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് ലയിപ്പിക്കാൻ സർക്കാർ ഓർഡിനൻസ് പുറപ്പെടുവിക്കുകയായിരുന്നു. ഓർഡിനൻസിനെതിരായ ഹർജികൾ സിംഗിൾ ബെഞ്ച് തള്ളുകയും നിയമസഭയിൽ നിയമം കൊണ്ടുവരാൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. തുടർന്ന് ഓർഡിനൻസിന് പകരം ലയനം സംബന്ധിച്ച നിയമം പാസാക്കി. ഇത് ചോദ്യം ചെയ്തുള്ള ഹർജികളാണ് ഡിവിഷൻ ബെഞ്ചും തള്ളിയത്. ന്യൂസ് ഡെസ്ക് 24. ഫ്രണ്ട് ന്യൂസിലേക്ക് തിരികെ ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. KPCCയുടെ സമരാനി യാത്രയുടെ സമാപന സമ്മേളനം തിരുവനന്തപുരത്ത് തുടങ്ങി. പുത്തരിക്കണ്ട മൈതാനിയിൽ സമാപന സമ്മേളനം തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉദ്ഘാടനം ചെയ്യും. രാജസ്ഥാനിലെ കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റ് മുഖ്യാതിഥി. കർഷക സമരത്തിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ കൊല്ലപ്പെട്ട യുവ കർഷകൻ ശുഭ്കരൺ സിംഗിന്റെ മൃതദേഹം ജന്മനാട്ടിലെത്തിച്ചു. ഡൽഹി ചലോ മാർച്ചിന്റെ അടുത്ത ഘട്ടം നേതാക്കൾ ഉടൻ പ്രഖ്യാപിക്കും. ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫിന്റെ പരസ്യ സംവാദത്തിന് വെല്ലുവിളിച്ച് KT ജലീൽ MLA. 2022 തനിക്കെതിരെ നടത്തിയ അന്യായമായ വിധിയെ സംബന്ധിച്ച് പരസ്യ സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് ചോദ്യം.
മാസപ്പടി ആരോപണത്തിൽ മുഖ്യമന്ത്രിക്കും മകൾ വീണയ്ക്കും എതിരെ അന്വേഷണം വേണമെന്ന ഹർജി ഫയലിൽ സ്വീകരിച്ച് വിജിലൻസ് കോടതി. CMRL കമ്പനിക്കെതിരെയും അന്വേഷണം വേണമെന്ന ആവശ്യം. പരുക്കേറ്റ KL രാഹുലിന് ഇംഗ്ലണ്ടിനെതിരായ 5ാം ടെസ്റ്റും നഷ്ടമാകും. ജസ്പ്രീത് ബുംറ ടീമിൽ തിരിച്ചെത്തി. ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലത്തിന്റെ അപരാജിത കുതിപ്പിന് വിരാമം. പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാകുന്നു. ഇനി ഇന്ന് സംഭവിച്ചത് കാണാം. അനുജ രാജേഷ് എത്തും. നമസ്കാരം.